So, welcome back everybody to the Calicut University BSc Geography lecture series. So, today will be a continuation of the previous class. And here we are going to discuss about scope, content and trends in physical geography. So, let's dive into the scope of physical geography. അപ്പം സ്കോപ്പ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫീൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് സ്കോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ മെയിനായിട്ട് ഒരു 4-5 പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിനും കൂടി ഉപകാരപ്പെടുന്ന രീതിക്ക് മെയിനായിട്ട് ഫിസിക്കൽ ജോഗ്രഫീൻ്റെ സ്കോപ്പ് എന്ന രീതിയിൽ. അപ്പം ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? മാൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ്. Physical geography studies how natural features like climate, landforms and water bodies influence human life, shaping cultures, settlements and economic activities. അപ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ തന്നെ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പാണ് ബേസിക്കായിട്ട് ഫിസിക്കൽ ജോഗ്രഫി നോക്കുന്നത്. അതായത് ഇപ്പം ഹൗ ക്ലൈമറ്റ് ഷേപ്സ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് വി ആർ ലിവിങ്. നമ്മളിപ്പോൾ ഇപ്പം ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്രോപ്പിക്സിൽ ജനസാന്ദ്രത അതല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ. അതൊരു ക്ലൈമാറ്റിക് ഫാക്ടറാണ്. എന്ത് ഹ്യൂമൻ പോപ്പുലേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ക്ലൈമാറ്റിക് ഫാക്ടറാണ്. അതുപോലെ തന്നെ ലാൻഡ് ഫോംസിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസിൽ അവിടെ ഡെൻസിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കും ഹില്ലി ആയിട്ടുള്ള റീജിയൻസിൻ്റെയൊക്കെയും. ഇപ്പം കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഗാട്ട് റേഞ്ചസിൽ പോപ്പുലേഷൻ താരതമ്യേന കുറവാണ് നമ്മുടെ ഈ ഒരു മിഡിൽ ലാൻഡിനെയും നമ്മുടെ കോസ്റ്റൽ റീജിയൻസിനെയും നോക്കുമ്പം. അപ്പം ആൾക്കാരെപ്പോഴും പ്ലെയിന് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ലാൻഡ് സർഫേസ് ആണ് ആൾക്കാരെപ്പോഴും പ്രിഫർ ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മൾ വെള്ളം അധികമുള്ള സ്ഥലത്താണ് നമ്മൾ വീട് വയ്ക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പം ഈ തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിന് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ് ഫിസിക്കൽ ജോഗ്രഫീൻ്റെ മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. So the next point is increased importance due to natural hazards. നാച്ചുറൽ ഹസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ മൺസൂണൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ കാരണം മൺസൂണിന് നല്ല ഷിഫ്റ്റ് വരുന്നതാണ് അല്ലേ. മൺസൂൺ ഭയങ്കര ഇൻറ്റൻസ് റെയിൻഫോളാണ്, അതും ഭയങ്കര ഫ്ലാഷ് ഫ്ലഡ് പോലത്തെ റെയിൻഫോളാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ്, ഡ്രോട്ട്സ്, പിന്നെ അതുപോലെ എർത്ത് കേക്സ്. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പെട്ടെന്ന് എർത്ത് കേക്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെരി ഓൺ കേരളയിൽ തന്നെ എന്താണ് ലാൻഡ് സ്ലൈഡ്സ് ആണ്. ഇക്കൊല്ലം മാത്രമാണ് നമ്മൾ ഇതുവരെ ഒരു മേജർ ലാൻഡ് സ്ലൈഡ് കേട്ടില്ലായിരുന്നത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത്രയും മുണ്ടക്കൈ എന്ന സ്ഥലത്ത് അത്രയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയൊരു ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിൻ്റെ ഒരു വർധനവ് അതിൻ്റെ ഇൻക്രിമെൻ്റ് കാരണം ഫിസിക്കൽ ജോഗ്രഫീൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടി വരുന്നതാണ് അല്ലേ. അറിയുമ്പോഴത്തേക്കും എന്താണ് ഒരു ലാൻഡ് മാസ് കാണുമ്പം അത് എങ്ങനത്തെ ലാൻഡ് മാസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവിടെ വീട് വെക്കാൻ പറ്റുമോ, അവിടെ വീട് വെച്ചാൽ എന്തൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, അവിടെ പോയിട്ട് റിസോർട്ട് നമ്മൾ ചെയ്താൽ അതിൻ്റെ റിപ്പർക്കഷൻ എന്തൊക്കെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്താ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. അപ്പം ജോഗ്രഫിക്കൽ ഫീൽഡിലെ മേജർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് GIS ആൻഡ് റിമോട്ട് സെൻസിങ് അല്ലേ. GIS ആൻഡ് റിമോട്ട് സെൻസിങ്ങിൻ്റെ അപ്ലിക്കേഷനിലൂടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ, അതുപോലെ മിറ്റിഗേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാറ്റലൈറ്റ് ഡാറ്റ റിട്രീവ് ചെയ്തിട്ട് എവിടെയൊക്കെ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടക്കാമെന്ന് ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്യാനും വന്ന സാധ്യതകൾ നമുക്ക് അസസ് ചെയ്യാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൂടുതൽ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒരു മേജർ സ്കോപ്പാണ് അല്ലെങ്കിൽ മേജർ ഫീൽഡാണ് അല്ലേ. ഞാനിവിടെ വേറെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് ടു മൈക്രോ ലെവൽ സ്റ്റഡീസ് ആൻഡ് വൈഡ് ആപ്ലിക്കേഷൻ. എല്ലാം പറയുന്നത് ഈ ഫിസിക്കൽ ജോഗ്രഫിയുടെ ഇൻക്രീസ്ഡ് ഇമ്പോർട്ടൻസ് ആണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഫിസിക്കൽ ജോഗ്രഫി എന്തുമാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ മൈക്രോ ലെവൽ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പണ്ടെല്ലാം നമ്മളിപ്പോൾ ജോഗ്രഫി ഒരു റീജിയണൽ ലെവലിൽ പഠിക്കുമ്പോൾ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ കേരള ലെവലിൽ പഠിക്കുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ അത്രയും ഒരു താലൂക്ക് ലെവലിൽ തന്നെ നമുക്ക്
ഈ GIS റിമോട്ട് സെൻസിങ് വെച്ചിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു താലൂക്കിൻ്റെ ഹസാർഡ് അതായത് ഇപ്പോൾ ഒരു താലൂക്കിൻ്റെ തന്നെ ഹസാർഡ് സോണേഷൻ മാപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ താലൂക്ക് തന്നെ ഉണ്ട്, ടൗൺ പ്ലാനിങ്, അങ്ങനത്തെ പല പല ആപ്ലിക്കേഷൻസ് ആണ് അത്രയും മൈക്രോ ലെവലിലുള്ള. അപ്പം അതെല്ലാം ഈ ഒരു ഫിസിക്കൽ ജോഗ്രഫീൻ്റെ സ്കോപ്പാണ്. ഓക്കെ, സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ scope, content and trends part, let's learn about the approaches in physical geography. അപ്പോൾ മെയിനായിട്ട് ജോഗ്രഫിയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ ഹോൾ ജോഗ്രഫി ഓവറോൾ 2 മെയിൻ അപ്രോച്ചസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. 2 രീതിയിലാണ് ജോഗ്രഫി പഠിക്കാൻ പറ്റും. ഒന്ന് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, രണ്ടാമത്തത് റീജിയണൽ അപ്രോച്ച്. അതുകൂടാതെ ഞാനിവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് GIS ആൻഡ് റിമോട്ട് സെൻസിങ് ഉൾപ്പെടുത്താൻ 3ാമത്തെ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? സ്റ്റഡി സ്പെസിഫിക് ഫിസിക്കൽ എലമെൻറ്റ്സ് ഇൻഡിവിജ്വലി. അതായത് ഇപ്പം ക്ലൈമറ്റ്, വെജിറ്റേഷൻ, സോയിൽ, അങ്ങനത്തെ ഫിസിക്കൽ എലമെൻറ്റ്സ് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. ഇപ്പം ഹോളായിട്ട് വേൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വേൾഡ് റെയിൻഫോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഡേയ്സ് എടുക്കുമ്പോൾ ഇന്ത്യയിലുള്ള വെജിറ്റേഷൻ, ഇന്ത്യയിലുള്ള സോയിൽസ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്ലാന്റ്സ്, അതൊക്കെ നമ്മൾ പഠിക്കുക. അത് ഒരൊറ്റ സ്പെസിഫിക് ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഫോക്കസസ് റീജിയണൽ അപ്രോച്ച്. ഫോക്കസസ് ഓൺ റീജിയൻസ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് ഓൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻ ദാറ്റ് ഏരിയ. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ വരും ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരും സെമസ്റ്റേഴ്സിൽ നിങ്ങൾക്കൊരു പേപ്പർ ഉണ്ടാവും, ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി ഓഫ് കേരള, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ടാവും. ഓക്കെ, അതിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? റീജിയണൽ ജോഗ്രഫി പഠിക്കുന്നത്. ഒരൊറ്റ റീജിയനെ കോൺസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ A to Z ഫിസിക്കൽ ഫീച്ചേഴ്സ് പഠിക്കുകയാണ് അല്ലേ. അതിൻ്റെ റെയിൻഫോൾ, വെജിറ്റേഷൻ, അതുപോലെ തന്നെ സോയിൽ, ടെമ്പറേച്ചർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അതാണ് എൻ്റെ റീജിയണൽ അപ്രോച്ച്. പിന്നെ 3ാമത്തേതായിട്ട് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അതായത് യൂസ് ഓഫ് മോഡൽസ്, ഡാറ്റ, GIS ആൻഡ് റിമോട്ട് സെൻസിങ്. ഇപ്പം മോഡൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് മോഡൽസ്, അതൊക്കെ നമ്മൾ തന്നെ ഇതിൽ തന്നെ ഈ ചാനലിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണല്ല. അതുകൊണ്ട് ഡാറ്റയാണ് ഇന്നത്തെ ജോഗ്രഫി അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ മെയിൻ സെൻറ്റർ ഓഫ് ദ ഇൻഫർമേഷൻ അല്ലേ. പിന്നെ GIS പ്ലസ് റിമോട്ട് സെൻസിങ്. GIS പ്ലസ് റിമോട്ട് സെൻസിങ് ആണ് ഈ ഡാറ്റ എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് റിയൽ വേൾഡ് അപ്ലിക്കേഷൻ ഓഫ് ജോഗ്രഫി അല്ലെങ്കിൽ എർത്ത് സയൻസ് നമുക്ക് സാധ്യമാക്കി തരുന്നത് ഈ GIS ആൻഡ് റിമോട്ട് സെൻസിങ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജിയോ ഇൻഫർമാറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് കണ്ടന്റ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. അപ്പം നേരത്തെ പ്രീവിയസ് ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ ടെർമിനോളജീസിൽ പറഞ്ഞിരുന്നു, വേരിയസ് ടെർമിനോളജീസ് പറഞ്ഞിരുന്നു. അത് വേരിയസ് സബ് ഫീൽഡ്സോ അല്ലെങ്കിൽ കണ്ടന്റ്സ്, അതായത് ഫിസിക്കൽ ജോഗ്രഫിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഫീൽഡ്സ് എന്ന് അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിൻ്റെ അണ്ടറിലുള്ള കുറച്ച് ടേംസ് ആയിരുന്നു. ആ ടേംസ് വേരിയസ് സബ് ഫീൽഡ്സ് വരുന്നതാണ്. അപ്പം ആ ഒരു സബ് ഫീൽഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് ജിയോമോർഫോളജി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ എർത്ത്സ് ലാൻഡ് ഫോംസ് ആൻഡ് ദ പ്രോസസ്സസ് റെസ്പോൺസിബിൾ ഫോർ ഷേപ്പിംഗ് ദം. Focus on understanding how internal forces such as volcanism, tectonic activity, as well as external forces like weathering, erosion, transportation, etc. interact over time to form physical landscape of the earth surface. അപ്പം എന്താണ് ഇതിൽ പഠിക്കുന്നത്? ലാൻഡ് ഫോംസ് ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ ആണ് അല്ലേ. അപ്പം അതായത് 2 തരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഈ എക്സ്റ്റേണൽ ഫോഴ്സാണ് ആദ്യമായിട്ടൊരു രൂപം ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ. ഈ മല, കുന്ന്, അതുപോലെ പ്ലെയിൻ, പിന്നെ പ്ലാറ്റ്യൂ, പിന്നെ അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്സ്, അങ്ങനത്തെ ഈ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ എക്സ്റ്റേണൽ ഫോഴ്സാണ്. അങ്ങനെ അതിനെ പിന്നെ ഷേപ്പ് ചെയ്ത് വരുന്നത്, ഇന്നീ കാണുന്ന ഷേപ്പിലാക്കി വരുന്നതാണ് ഇൻറ്റേർണൽ ഫോഴ്സസ്. അതായത് ഈ ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലൈമറ്റോളജി. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്ലൈമറ്റ്, ഇറ്റ്സ് സ്ട്രക്ചർ, എലമെൻറ്റ്സ്, ടൈപ്സ് ആൻഡ് ചേഞ്ചസ് ഓവർ ടൈം. It examines the long-term atmospheric conditions of regions and analyzes the causes and patterns of temperature, rainfall, humidity, winds, atmospheric pressure. അപ്പം എന്താണ് ക്ലൈമറ്റോളജി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ആണ് അല്ലേ. അതായത് ക്ലൈമറ്റിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ക്ലൈമറ്റിക് എലമെൻറ്റ്സ് അല്ലേ,
പിന്നെ അതുപോലെ അതിൻ്റെ ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, അതൊരു മേജർ ചേഞ്ചാണ് അല്ലേ. ഇപ്പം നിലവിലുള്ള കാലാവസ്ഥ മാറുക എന്ന് പറയുന്നത് ഒരു മേജർ ചേഞ്ചാണ്. അതൊക്കെ നമ്മൾ അതിൻ്റെ ലിവിങ് എക്സാമ്പിൾസ് ആണ് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ ഒരു ലോങ് ടേം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ അല്ലേ. ഇപ്പം പരമ്പരാഗതമായിട്ട് ട്രഡീഷണലി ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ. ആ ടെമ്പറേച്ചറിന് മാറ്റം സംഭവിക്കുക അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നിരന്തരം വിറ്റ്നസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഫിസിക്കൽ ജോഗ്രഫീൻ്റെ ഒരു സബ് ഫീൽഡാണ് ക്ലൈമറ്റോളജി. ആൻഡ് ദെൻ നെക്സ്റ്റ് സബ് ഫീൽഡ് ഈസ് ഹൈഡ്രോളജി. ഇറ്റ് കൺസേൺസ് itself with the study of water on and beneath the earth's surface and in the atmosphere. It compasses the movements, distribution and quality of water through processes like evaporation, condensation, precipitation, infiltration, runoff and groundwater flow അല്ലെങ്കിൽ runoff as general. The next subfield is hydrology. Hydrology concerns itself with the study of water on and beneath the earth's surface and in the atmosphere. It encompasses the movement, distribution and quality of water through the process like evaporation, condensation, precipitation, infiltration, runoff and groundwater flow or runoff in general അല്ലേ. അപ്പം എന്താണ് ഹൈഡ്രോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള അല്ലേ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഫോംസിനെ പഠിക്കുന്ന ഒരു ഫിസിക്കൽ ജോഗ്രഫീൻ്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ സബ് ഫീൽഡാണ് ഹൈഡ്രോളജി അല്ലേ. അതിൽ എന്താണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഫോംസ്, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ ഈ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ ഉണ്ട്. വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ വരുന്ന ദിവസം പഠിക്കും. അതിലെ മെയിനായിട്ടുള്ള പ്രോസസ്സസ് ആണ് ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ, റൺ ഓഫ്, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ, അങ്ങനെ എല്ലാം. അപ്പം അതിനെല്ലാം ഡീൽ ചെയ്യുന്ന ഫിസിക്കൽ ജോഗ്രഫീൻ്റെ സബ് ഫീൽഡാണ് ഹൈഡ്രോളജി. ഹൈഡ്രോളജിൻ്റെ അകത്താണ് നമ്മൾ അതെല്ലാം പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഓഷ്യനോഗ്രഫി. ഓഷ്യനോഗ്രഫി പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വേൾഡ്സ് ഓഷ്യൻസ് ആൻഡ് സീസ് അല്ലേ. അപ്പം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓഷ്യൻസ് ആൻഡ് സീസ്. ഓഷ്യൻസ് ആൻഡ് സീസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്, അത് നമ്മൾ പഠിക്കും. ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ഫിനോമിന സച്ച് ആസ് ഓഷ്യൻ കറൻറ്റ്സ്, വേവ്സ്, ടൈഡ്സ്, salinity, temperature distribution and marine landforms like trenches and ridges. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റഡീസ് മറൈൻ എക്കോസിസ്റ്റം. അപ്പം ഒരു കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ഓഷ്യനാണ് ഓഷ്യനോഗ്രഫി അല്ലേ. നമ്മൾ ഓഷ്യൻ ഫീച്ചേഴ്സിന് അല്ലെങ്കിൽ ഓഷ്യൻ ലാൻഡ് ഫോംസിന് അല്ലെങ്കിൽ ഓഷ്യൻ ടെമ്പറേച്ചർ, സാലിനിറ്റി, ടൈഡ്സ്, കറൻറ്റ്സ്, പിന്നെ അതുപോലെ ഓഷ്യൻ അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റം, അങ്ങനെ എല്ലാം നമ്മൾ ഓഷ്യനോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ വരുന്ന മേജർ സബ് ഫീൽഡ്സ് ആണ് ബയോജിയോഗ്രഫി, സോയിൽ ജോഗ്രഫി, എൻവയോൺമെൻറ്റ് ജോഗ്രഫി, പിന്നെയുണ്ട് നിറയെ സബ് ഫീൽഡ്സ്. അപ്പം ഞാനിനി നമ്മുടെ വീഡിയോ അധികം നമുക്ക് ദീർഘിപ്പിക്കാണ്ടിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ബയോജിയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അത് എക്സ്പ്ലോർസ് ദ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഡിഫറെൻറ്റ് സ്പീഷീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഹൗ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വേർ ദ തിങ്സ് ആർ ദർ ആൻഡ് വൈ ദ തിങ്സ് ആർ ദർ ആൻഡ് ഹൗ ദ തിങ്സ് ആർ ദർ അല്ലേ. അപ്പം ഈ ഒരു ഹ്യൂമൻ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് പ്ലാന്റ്സിൻ്റെ, അനിമൽസിൻ്റെ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ സർഫേസ് അല്ലേ, അതാണ്. അപ്പം സോയിൽ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പെഡോളജി എന്നും പറയും. അതിൻ്റെ സോയിലിൻ്റെ ഒറിജിൻ, ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ കമ്പോസിഷൻ, ക്ലാസിഫിക്കേഷൻ, അങ്ങനെ സോയിലിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സബ് ഫീൽഡാണ് സോയിൽ ജോഗ്രഫി. പിന്നെ എൻവയോൺമെൻറ്റ് ജോഗ്രഫി, അത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പാർട്ടാണ്. അതായത് ഫിസിക്കൽ ജോഗ്രഫിൻ്റെ അപ്ലിക്കേഷൻ പാർട്ടാണ്. അതായത് എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സും പിന്നെ അതുപോലെ എൻവയോൺമെൻറ്റും ഇൻട്രാക്ട് ചെയ്യുന്നത്, ആ ഇൻട്രാക്ഷനിലൂടെ എന്തൊക്കെ ഔട്ട്കംസ് ആണ് വരുന്നത്, ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലും അല്ലെങ്കിൽ പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻവയോൺമെൻറ്റ് ജോഗ്രഫീൻ്റെ അണ്ടറിലാണ് വരുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഈ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് കൂടെ ഇൻട്രാക്ഷൻ ഉണ്ട് എന്നുള്ള കാരണത്താലാണ് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പം അതാണ് കണ്ടന്റ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക് ഇന്നത്തെ ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ ജോഗ്രഫി ആണ് അല്ലേ.
അപ്പം ഞാനിവിടെ കുറച്ച് ട്രെൻഡ്സ് കൊടുത്തിട്ടുണ്ട്, റിസൻറ്റ് ട്രെൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേജർ ട്രെൻഡ് എന്താണ്? അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ റിമോട്ട് സെൻസിങ് ആൻഡ് GIS അല്ലേ? ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എക്സാമിനെല്ലാം വേണ്ടിയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. അതായത് നമ്മൾ എല്ലാ ഫിസിക്കൽ ജോഗ്രഫീൻ്റെ ഫീൽഡിലും ഈ റിമോട്ട് സെൻസിങ് ആൻഡ് GIS നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സഹായത്തോടു കൂടി. അപ്പം അതാണ് ആ ഒരു പോയിന്റിൽ. നെക്സ്റ്റ് വരുന്നത് റൈസ് ഓഫ് അപ്ലൈഡ് ഫിസിക്കൽ ജോഗ്രഫിയാണ്. അതായത് ഇൻക്രീസിങ് ഫോക്കസ് ഓൺ സോൾവിങ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് എൻവയോൺമെൻറ്റ് പ്രോബ്ലം സച്ച് ആസ് ഡിഫോറസ്റ്റേഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ, പൊല്യൂഷൻ, മേക്കിംഗ് ദ സബ്ജക്റ്റ് മോർ പ്രാക്ടിക്കൽ ആൻഡ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് അല്ലേ? അതായത് നമ്മളെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് പ്രോബ്ലംസ് അല്ല, മനുഷ്യരെ കൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ഡിഫോറസ്റ്റേഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ. ആഫ്റ്റർ ഓൾ എല്ലാം ഇപ്പം നടക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് പോലും നമ്മളാണല്ലേ കാരണം അല്ലേ? അതിൻ്റെ കാരണങ്ങൾ അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ളതെല്ലാം ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ പഠിച്ച് അതിന് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ അതിനോട് ചേർത്ത് നിർത്തി തന്നെ വായിക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് അപ്ലൈഡ് ജിയോമോർഫോളജി, അതായത് ഹസാർഡ് മാപ്പിംഗ്, ഇറോഷൻ കൺട്രോൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്. ഇതെല്ലാം പുതിയൊരു ട്രെൻഡാണ് അല്ലേ? അപ്പം എവിടെയൊക്കെയാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള റീജിയൻസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബിൽഡിങ് കെട്ടുമ്പോൾ അതിൻ്റെ ഒരു ജിയോമോർഫോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാൻഡിൻ്റെ സ്ട്രക്ചർ അതെല്ലാം ഒന്ന് പഠിച്ചിരിക്കുക. അങ്ങനത്തെ എല്ലാം റിയൽ വേൾഡ് ഇൻഡ്യൂസ്ഡ് പ്രോബ്ലം സോൾവിങ് ആണ് അല്ലേ? പിന്നെ മെയിനായിട്ട് ഇടുന്നതാണ് ഇൻ്റർ ഡിസിപ്ലിനറി ഇൻ്റഗ്രേഷൻ. അപ്പം ഇപ്പം നമുക്ക് ഒന്നിനെയും വേർതിരിക്കാൻ പറ്റില്ല, എല്ലാതും ഇൻ്റഗ്രേറ്റഡ് ആണ്. അതായത് ഇപ്പം ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി ആസ് എ ഹോൾ എല്ലാതും ഇപ്പം നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. എക്കോളജി, എൻവയോൺമെൻറ്റ് ജോഗ്രഫി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സയൻസ്, പിന്നെ എർത്ത് സയൻസ്. അപ്പം എല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് സയൻസ് ആണ് ഇപ്പം ഫിസിക്കൽ ജോഗ്രഫി. അതായത് നമ്മളിപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അങ്ങനെ ഈ റിസൻറ്റ് ട്രെൻഡ്സിലുള്ള എല്ലാ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് റിസർച്ച് ആണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം ഇൻ്റർ ഡിസിപ്ലിനാണ്. കുറേ എർത്ത് സയൻസസ്, ഇതെല്ലാം എർത്ത് സയൻസസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പം ഫിസിക്കൽ ജോഗ്രഫി. പിന്നെ അതുപോലെ തന്നെ ഫോക്കസസ് ഓൺ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ദർ ഈസ് എ ക്ലിയർ ട്രെൻഡ് ടുവേർഡ്സ് യൂസിങ് geographical knowledge for environment management, disaster mitigation, sustainable development and aligning physical geography with current global priorities അല്ലേ? അതായത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻസ്, അതുപോലെ തന്നെ മിറ്റിഗേഷൻ ആൻഡ് ഇറ്റ്സ് പ്രിപ്പയർഡ്നെസ്. അപ്പം അതെല്ലാം പ്രാക്ടിക്കൽ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? എങ്ങനെയൊക്കെ നമുക്ക് ഈ ജോഗ്രഫിക്കൽ നോളജ് അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി നോളജ് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഫിസിക്കൽ ജോഗ്രഫീൻ്റെ മേജറായിട്ടുള്ളൊരു മറ്റൊരു റിസൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അപ്പം അത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം ഫിസിക്കൽ ജോഗ്രഫിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്ത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡൈനാമിക് ആൻഡ് എവർ ഇവോൾവിങ് ഫീൽഡാണ് അല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കോർ സബ്ജക്റ്റാണ് ഫിസിക്കൽ ജോഗ്രഫി. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കിയാലാണ് അതിനെങ്ങനെ നേരിടാം, ഇപ്പോൾ നമ്മളെല്ലാവരും അതിനെ ഡീൽ ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിക്കാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയതാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റ് മാറ്ററായിട്ട് നമുക്കിതിനെ കാണാം. വരും ദിവസങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. And hope you guys are enjoying the video. Please let us know your comments and feedback. So let's learn together. Let's grow together. See you all in the next video.